ശ്രീരാമനാമം ജപസാരസാഗരം. സംവാദമാണ് അടുത്തത്. ഉഷസി നിശിചരികളിവരുടലും അമ്മ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിഹ വരുവതിനും ഒരു കഴിവു കണ്ടീല മാനവ വീരനും എന്നെ മറന്നിതു. കളവനിഹ വിരവിനൊടു ജീവനാമധ്യ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനനെത്രയും. മനസ്സി മുഹുരിവ പലതുമോർത്തു സന്താപേന മന്ദമന്ദ വിടുന്നേറ്റു നിന്നാകുലാൽ തരളതല ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണു കിടന്നോരു ശിംശപാശാഖയും. സഭയപരവശതരളമവാലംബിർഭാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. സഭയപരവശതരളമാലംബ്യഭാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. സീതയുടെ ദുഃഖം കൊണ്ട് ഹനുമാൻ ആ ശ്രീരാമൻ്റെ ചരിതങ്ങനെ മനോഹരമായി പാടി കേൾപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മുമ്പിൽ കണ്ട സീതാദേവി ഭയപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ച് ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളൊന്ന് പറഞ്ഞു കേൾപ്പിച്ചു. ജഗദമല നയന രവിഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നെ പുത്രരായി രതിരമണ തുല്യരായി 4 പേരുണ്ടിതു രാമ ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനി ജനകുല നിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിടിനാൻ. ജനക നിർവസുതയും അവരജനുമായി സാദരം ജാനകീദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന ഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധൗതത. തരണിസുതനു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനിയും. തരണിതനയനുമഥ കപീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും. കപിവരരവിരവിനോട് 4 ദിക്കിങ്കലും കണ്ടു വരുവാനയച്ചോരനന്തരം. പുനരവരിൽ ഒരു വനഹമത്ര വന്നിടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ. ജലനിധിയുമൊരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനേൻ. രജിൽജലപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിൽ അത്ര ദാതാനുഗ്രഹവശാൽ. തരുനികരമരമരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുതാ. കനിവിനൊടു കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ. ഭഗവദനുചരരിലഹമഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. ആ സീതാദേവിയെ കണ്ടിട്ടുള്ള സന്തോഷം ആ കഥയൊക്കെ പറഞ്ഞു. ഇന്ന് ദേവിയെ കണ്ട് ഞാൻ എൻ്റെ ഭാഗ്യത്തെ ഓർത്ത് സന്തോഷിക്കുകയാണ്, കൃതകൃത്യനായി തീർന്നു. പ്ലവകകുലവരനിധി പറഞ്ഞടങ്ങിയിടിനാൻ പിന്നെ ഇളകാതിരുന്നാനരക്ഷണം. അങ്ങനെ പറഞ്ഞിട്ട് ഹനുമാൻ മിണ്ടാതിരുന്നു. കിമിതി രഘുകുലവര ചരിത്രം ക്രമേണമേ. ആരാണ് ശ്രീരാമൻ്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുന്നേ മധുരമായിട്ട് എന്ന് സീത വിചാരിക്കണു. കിമിതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ. ആ വായുദേവൻ എന്നോട് കൃപ തോന്നി പറഞ്ഞു കേൾപ്പിക്കുകയാണോ. പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ. സുചിരതരം ഒരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാണാൻ അവകാശമില്ലല്ലോ. ഇത് സ്വപ്നമൊന്നുമല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, എൻ്റെ മാനസഭ്രാന്തിയാണോ. സരസതര പതിചരിതം ആശുകർണാമൃതം. സരസതര പതിചരിതം ആശുകർണാമൃതം സത്യമായി വന്നിതാവോ മമ ദൈവമേ. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. ഒരു പുരുഷനിത് പറഞ്ഞെങ്കിൽ അവൻ എൻ്റെ മുന്നിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ദേവിയുടെ വാക്ക് കേട്ടിട്ട് ഹനുമാൻ താഴെ ഇറങ്ങി വന്നു. ജനക നൃപ ദുഹിതൃവചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ. വിനയമൊടും അവനി മകൾ ചരണനളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുതു ചെറുതകലെ അവനാശു നിന്നേടിനാൻ തുഷ്ട്യാകല വിംഗതുല്യ ശരീരനായി. ഇവിടെ നിശിചരപതി വലിമുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ. ശിവശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൻ. രാവണനെ വന്നതാണോ ഈ കുരഞ്ഞൻ്റെ വേഷത്തിൽ എന്ന് വിചാരിക്കുകയാണ്. രാക്ഷസന്മാർക്ക് മായുണ്ട്. രാവണനെങ്ങാൻ
ഈ വാനരവേഷത്തിൽ എൻ്റെ മുന്നിൽ വന്നതാണോ എന്ന് ആ ദേവി ശങ്കിച്ചു, ഭയപ്പെട്ടു. ശിവശിവകിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതേ കലർന്നു മരുവിനാൾ. കുസൃതി ദശമുഖനു പെരുതെന്നോ നിരൂപിച്ചു കുമ്പിട്ടിരുന്നത് കണ്ടു കപീന്ദ്രനും. അത് കണ്ട് മനസ്സിലായി ഹനുമാൻ പറയാണ്, ശരണമിഹ ചരണ സരസിജമഖില നായികേ, ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ. ദേവി വിചാരിക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ, സജീവനാണ്, ആ ശ്രീരാമൻ്റെ ദാസനാണെന്ന് പറയാം. തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ ദാസോസ്മി കൗസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ. സൂര്യൻ്റെ പുത്രനായ സുഗ്രീവൻ്റെ ഭൃത്യനാണ് ഞാൻ, ജഗൽ പ്രാണനന്ദൻ വായുനന്ദനനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി ഹനുമാൻ. കപടം ഒരുവരുടും ഒരു പൊഴുതുമറിയും നീല കർമ്മണ വാചാ മനസാഭിമാതാവേ. ഞാൻ ഒരിക്കലും കപടം പറയാനില്ല, ഒരു തരത്തിലും വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ ഒരിക്കലും കപടം ചെയ്യാറില്ല എന്ന് പറയാം. കപടം ഒരുവരോടും ഒരു പൊഴുതുമറിയും നീല കർമ്മണ വാചാ മനസാഭിമാതാവേ. പവനസുത മധുരതര വചനമതു കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിരാതരാൽ. മൃദമൃജു മൃദുസ്ഫുട വർണ്ണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം. സദയമിഹവത മനുജവാനര ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ. കലിതരുചി ഗഹനഭുവി കാരണമെന്തെടോ കാരുണ്യവാരാനിധേ കപേ കുഞ്ചരാ. ആ ശ്രീരാമനും വാനരന്മാരുമായിട്ട് സംഘമുണ്ടാവാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. തിരുമനസി ഭവതി പെരികെ പ്രേമമുണ്ടെന്നതെന്നോട് ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. അത് കേട്ടിട്ട് ഹനുമാൻ പറയാം, ശൃണുസുമുഖേ നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമൂമലേ. ഭവതി പതിവചനമവലംബ്യ രണ്ടംഗമായ ആശ്രയാശങ്കലോമാശ്രമത്തിങ്കലും മറുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു പിമ്പേ നടന്നു രഘൂപതി. നിശിതശരവിശിക ഗണപ ചാപവുമാൻ ചെന്നു നീചനാം മാരീജനെ കൊന്നു രാഘവൻ. ഉടനുടലുമുലയ മുഹുരുടചപുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനവിടയവിടയടവയിലടയ നോക്കിയോ മൊട്ടുകരഞ്ഞു തിരഞ്ഞുഴലും വിധോ. ഗഹനഭുവേ ഗഗനചരപതി ഗരുഡ സന്നിഭൻ കീണു കിടക്കും ജടായുവിനെ കണ്ടു. അവനു മതവചരിത മഖിലമറിയിച്ചള വാശു കൊടുത്തിതു മുക്തിപക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജേന സാകം ധൃതം പുക്കോ തിരഞ്ഞു കബന്ധഗതി നൽകി. ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അഥ ശബരി വിമലവചനേന പോൻ ദൃശ്യമൂകാത്രിപ്രവര പാർശ്വേ നടക്കും വിധോ. തപനസുതൻ ഇരുവരെയും അഴകിനോട് കണ്ടതി താൽപര്യം ഉൾക്കൊണ്ടയച്ചിതെന്നെ തരാം. ബദരവികുലോദ്ഭവന്മാരുടെ സന്നിധോ ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ. നൃപതി കുലവര ഹൃദയ അഖിലവുമറിഞ്ഞതീ നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ. തരണിസുതൻ കടപുവി കൊണ്ടു ചെന്നേടിനേൻ സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ. ദഹനനെയും അഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡമിരോവർക്കുമാശു തീർത്തിടുവാൻ. തപനസുതഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ട സാരാപതിയെ വധിച്ചു രഘുവരൻ. ദിവസകരതനയനു കൊടുത്തിതു രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കപീന്ദ്രനും. പ്ലവകുലപരിവൃഢരെ നാലു ദിക്കിങ്കലം പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൻ. അത് പൊഴുതു രഘുപതിയും അലികൊഴരികെ വിളിച്ചങ്കുലീയം മമാ കയ്യിൽ നൽകിയിടിനാൻ. ഇതു ജനകനൃപതിമകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്വിതം. പിന്നെയും സപതിതവ മനസി ഗുരുവിശ്വാസസിദ്ധയെ സാദരം ചൊന്നാനടയാളവാക്യവും. അതു ഭവതി കരതളിരിൽ ഇനി വിരവിൽ നൽകുവൻ ആലോകയാലോകയാനന്ദപൂർവകം. ഇതേ മധുരതര മണിലതനയനുരജയിതുടണിന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമൊടു തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ. മിഥില നൃപസുതയും അതു കണ്ടതി പ്രീതയായി മേന്മേലൊഴുകുമാനന്ദ ഭാഷ്പാകുലം. രമണമിവ നിജ ശിരസി കനിവരുടു ചേർത്തിതു രാമനാമാങ്കിത മംഗുലീയം മുദാം. പ്ലവകുലപരിവൃഢ മഹാമതീമൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരീ ദൃഢം.
ഭഗവതി പരാത്മനേ ശ്രീനിധോ രാഘവേ ഭക്തനതീവ വിശ്വാസ്യന്തയാപരൻ. പല ഗുണവുമുടയവരെയൊഴികെ മറ്റാരെയും ഭർത്താവയക്കയുമില്ല മത്സന്നിധോ. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരീതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദല നയനനകതളിരിനിമാം പ്രദേ കാരുണ്യമുണ്ടാംബരേ ചറിയിക്കനേ. രജനിചരവര നശനമാക്കുമെന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്തു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ അത്ര നാടും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ. അനിലതനയനും അഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തീരുവാനാശു ചൊല്ലിയിടിനാൻ. അവനിപതി സുതനോടടിയൻ ഭവദ്വാർത്തകൾ അങ്കുണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ അവരജനും അഖില കവികുല ബലവുമായി മുതിർന്നാശുവരോ അതിന്നില്ലൊരു സംശയം. സുത സജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിൻ അയക്കും ക്ഷണാൽ. ഭവതിയെയും അതികരുണമഴകിനോടു വീണ്ടു നിൻ ഭർത്താവയോധ്യക്കെഴുന്നള്ളുമാതരാൾ. ഇതി പവനസുതവചനമുടമയോടു കേട്ടപോതിന്ദിരാദേവി ചോദിച്ചരുളിയിടിനാൾ. ഇഹവിധത ജലനിധിയെ നിഖില കപിനിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജപരിവൃഢ നിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോട് ചൊല്ലിയിടിനാൻ. ഇത്ര വലിയ സമുദ്രം കടന്ന് എങ്ങനെയാണ് കപിസേനയോടുകൂടി ആ ശ്രീരാമൻ ഇവിടെ എത്തിച്ചേരുന്നത് എന്ന് ചോദിച്ചു സീത. മനുജ പരിവൃഢനെയും അവരജനെയും അൻപോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ മൈഥിലേക്കും വിഷാദം വൃഥാ മാനസേ. ഞാൻ എൻ്റെ ചുമലിലെടുത്ത് കടത്തിക്കൊണ്ടുവരും അവരെല്ലാം. ഹനുമാൻ പറയുകയായിരുന്നു. അത്ര വിശ്വാസത്തോടു കൂടിയാണ് ഹനുമാൻ പറയുന്നത്. മമ ചുമലിൽ വിരവിനെടുത്തു കടത്തുവൻ മൈഥിലേക്കും വിഷാദം വൃഥാ മാനസേ. ഒരിക്കലും മനസ്സ് വിഷമിപ്പിക്കേണ്ട, അവരെല്ലാവരും ഞാനിവിടെ എത്തിക്കും. ലഘുതരമമിത രജനിചരകുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടൂമനാകുലം. ദ്രുതമതിനോ സുതനു മമ ദേഹിനുജ്ഞാമിനി ദ്രോഹം വിനാഗമിച്ചിടുവാനുമലേ. വിരഹകലുഷിത മനസേ രഘുവരനുമാം പ്രതേ വിശ്വാസമാശു വന്നിടുവാനായി മുത. തരിക സരഭസമുരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായരുൾ ചെയ്യണം. ഇതി പവനതനയ വചനേന വൈദേഹിയോ മിത്തിരി നേരം വിചാരിച്ചു മാനസേ. ചിഗുരഭരമതിൽ മരുവും അമല ചൂടാമണി ചിന്മയെ മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ശൃണുതനയ പുനരോരടയാളവാക്യം ഭവാൻ ശ്രുത്വാധരിച്ചു കർണേ പറഞ്ഞിടു നീ. ഓർത്തിട്ട് പറയായിരുന്നു. ആ ചൂടാരത്നം നൽകി അതിനുശേഷം ഒരു അടയാളവാക്യം പറയാണ് സീതാദേവി. സപതി പുനരതു പൊഴുതു വിശ്വാസം എന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം. അതായത് ശ്രീരാമനും സീതയ്ക്ക് ഒഴികെ മറ്റാർക്കും അറിയാത്ത ഒരു രഹസ്യം, ഒരു കോഡ് ഭാഷയാണെന്ന് പറയാം. വേറെ ആൾക്കും അറിയാത്ത ഒരു കാര്യം പറയുമ്പോൾ വിശ്വാസം വരുമല്ലോ. ചിരമമിത സുഖമൊടൊരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാ ജലത്തിങ്കൽ വാഴും വിധൗ. പലലമതു പരീചിനൊടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരെ. തിരുമുടിയും അഴകിനോടും അടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിയിടിനാൻ. ചിത്രകൂടാചലത്തിൽ കഴിയുന്ന സമയത്ത് ഒരു കാര്യമാണ് പറയുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് പലലം എന്ന് പറയുന്നത് ഇറച്ചി കഷ്ണങ്ങളാണ്, ഉണക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. ആ സമയത്ത് ശ്രീരാമൻ സീതയുടെ മടിയിൽ തലം വെച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ സമയത്ത് ഇന്ദ്രപുത്രനായ ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ വന്നു ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. തിരുമുടിയും അഴകിനോടു പലലമതു പരിചയിനൊടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരെ. തിരുമുടിയും അഴകിനോടും അടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിയിടിനാൻ. അതുപൊഴുതിലതിജബലനായ ശക്രാത്മജനാശു കാകാകൃതി പൂണ്ടു വന്നിടിനാൻ. പല പൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ. പല പ്രാവശ്യമായിട്ടും ആ ഇറച്ചി കഷ്ണങ്ങളൊക്കെ കൊത്തി കണ്ടു കഴിഞ്ഞപ്പോൾ ഭക്ഷിച്ചു കൊള്ളുവാൻ എന്നോർത്തു ഞാൻ തരാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ. പാഷാണജാലങ്ങൾ കൊണ്ടതുകൊണ്ടവൻ വപുഷി മമ ശിതചരണ നഖരതുണ്ടങ്ങളാൽ വായ്പോടു കീറിനാനേറെ കുപീതനായി. പരമപുരുഷനുമുടനുണർന്നു നോക്കും വിധവും പരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ. തൃണശകലമതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ.
സഭയം അവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ. അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്കുമാവതല്ലെന്നയച്ചോരവസ്ഥാന്തരെ രഘുതിലകനടിമലരിലവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ. ഇന്ദ്രനോ ബ്രഹ്മാവനോ മറ്റാർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്ന് കണ്ട് ആ ജയന്തൻ ശ്രീരാമനെ തന്നെ ശരണം പ്രാപിച്ചു. അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇതി സഭയമടിമലരിൽ വീണുകേണീടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനോ മന്നേരം. സവിതൃകുലതിലകനധസസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ. അതിനു തവ നയനമതിലൊന്നു പോം നിശ്ചയമന്തരാമില്ല നീ പൊയ്ക്കൊള്ളുക നിർഭയം. എൻ്റെ ഈ അസ്ത്രം വെറുതെ ആവില്ല, നിഷ്ഫലമാവില്ല. അതുകൊണ്ട് നിന്റെ രണ്ട് കണ്ണിലൊന്ന് പോകും എന്ന് പറഞ്ഞു. ഭയപ്പെടേണ്ട, നിന്റെ ജീവൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു. തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു ആ കാക്കയോട്. അതുകൊണ്ടാണ് കാക്കയ്ക്ക് എപ്പോഴും ചെരിഞ്ഞാൽ നോക്കുക, ഒരു കണ്ണേ ഉള്ളൂ, കാക്കയ്ക്ക് രണ്ട് കണ്ണില്ലെന്ന് പറയും. ഇതി സദയമനു ദിവസം എന്നെ രക്ഷിച്ചവൻ ഇന്നുപേക്ഷിച്ചതെന്തെന്നുടെ ദുഷ്കൃതം. ഈ കാര്യമൊക്കെ സീത പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. അന്ന് എന്നെ രക്ഷിച്ചവൻ ആ ശ്രീരാമൻ എന്തുകൊണ്ടാണ് എന്നെ രക്ഷിക്കാൻ വരാത്തത്? ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തില്ല ഞാൻ, ഓർത്താലിതെന്നുടെ പാപമേ കാരണം. വിവിധമിതി ജനക നൃപദുഹിതൃവചനം കേട്ടു വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ. ഭവതേ പുനരിവിടെ മരുവീടുന്നതേതുമേ ഭർത്താവറിയായിക കൊണ്ടുവരാഞ്ഞതും. ജഡിതി വരുമിനി നിശിചരൗകവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരിച്ചമോദേന ചോദിച്ചരുളിനാൾ. അധിക കൃഷതനുരിഹ ഭവാൻ കവിവീരരൂമി വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. ഇത്ര ചെറിയ ശരീരമാണ് നിന്റെ, ഇതുപോലെയല്ല എല്ലാ വാനരന്മാരും. എങ്ങനെയാണ് നിഖില നിശിചര രചന നിഭ വിപുലമൂർത്തികൾ നിങ്ങളവരോട് എതിർക്കുന്നതെങ്ങനെ? ഇത്ര വലിയ രാക്ഷസന്മാരോട് നിങ്ങൾ എങ്ങനെ എതിർക്കും? പവനജനും അവനിമകൾ വചനമത് കേട്ടുടൻ പർവ്വതതുല്യനായി നിന്നാനധിദ്രുതം. തൻ്റെ ശരീരം വലുതാക്കി ഒരു പർവ്വത സദൃശനായി നിന്നു. അധ മിഥില നൃപതി സുതയോട് ചൊല്ലിടിനാനഞ്ജനാപുത്രൻ പ്രഭഞ്ജനാനന്ദനൻ. ഇതു കരുതുക കമലരിൽ ഇങ്ങനെയുള്ളവർ ഇങ്ങിരു 11 വെള്ളം പടവരും. പവനസുത മൃദുവചനം ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിടിനാൾ. ഇത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ആ ദേവി പറയാണ്, അതിവിമലനമിതവലൻ ആശര വംശത്തിന് അന്തകൻ നീ അതിനന്തരമില്ലടോ. രജനീ വിരവടു കഴിയുമിനി വെറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം. ജലനിധിയും അതിജബലമിന്നേ കടന്നങ്ങ് ചെന്നു രഘുവരനെ കാൺക നന്ദന. മമ ചരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശു തൃക്കയ്യിൽ കൊടുക്ക വിരയനേ. വിരവിനോട് വരിക രവിസുതനും ഒരു സൈന്യവും വീരഭുമാന്മാരിരൂപരുമായി ഭവാൻ. വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയേ വായുസുത പോക നല്ലവണ്ണം ധ്രുവം. വിനയഭയപുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടിനാനന്ദികേ. പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ പിന്നെയും 3 വലത്തു വെച്ചിടിനാൻ. വിടതരിക ജനനീ വിടകൊള്ളുവാനടിയനോ വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. അത് കേട്ട് ദേവി അനുഗ്രഹിച്ചു. ഭവതു ശുഭമയീ തനയ പതിതവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ വഴിയിൽ സുഖമായിരിക്കട്ടെ, നിന്റെ യാത്രയൊക്കെ ശുഭം ഭവിക്കട്ടെ. സുഖമുടിഹ ജഗതി സുചിരം ജീവജീവനീ. അത് തന്നെയല്ല, സുഖമുടെ ഈ ജഗത്തിൽ സുചിരം എന്നും ജീവിച്ചുകൊണ്ടിരിക്കുക. സുസ്ഥ്യസ്തു പുത്രാതേ സുസ്ഥിരശക്തിയും എന്നുള്ള വരവും ആ സീതാദേവിയോട് വാങ്ങി ഹനുമാൻ. സുഖമുടിഹ ജഗതി സുചിരം ജീവജീവനീ സ്വസ്ത്യസ്തു പുത്രതേ സുസ്ഥിരശക്തിയും. അനിലതനയനും അഖില ജനനിയോട് സാദരമാശിർഭജനമാതായ പിൻവാങ്ങിനാൻ. അനിലതനയനും അഖില ജനനിയോട് സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. അങ്ങനെ സീതയോട് യാത്ര പറഞ്ഞ് ഹനുമാൻ അക്കരയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ രാവണനെന്ന് കണ്ടു പറയണം, എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ ഉദ്യാനമൊക്കെ തകർക്കാൻ തുടങ്ങി. ലങ്കാമർദ്ദനം. ചെറുതകലിയൊരു വിടവിശിഖരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസീജിത ശ്രമം. പരപുരിയിലൊരു നിർവധി കാര്യാർത്ഥമായതിപ്പാടവമുള്ളൊരു ദൂതം വിയോഗിച്ചാൻ.
സ്വയമതിനോരടിനിലയൊഴിഞ്ഞു സാധിച്ചതാ സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയെ നിജഹൃദയ ചതുരതയുടെ അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവാനുത്തമൻ അതിനു മുഹുരഹമഖില നിശിചരകുലേശനെ അൻപോട് കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും ഇതു സുദൃഢമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിടാൻ മിഥില നൃപമകൾ മരുവുമതി വിമല ശിംഷപാവൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതലബലസഹിത ഗുൽമവൽബേ വല്ലീതൊരു കൂട്ടങ്ങൾ പൊട്ടിയലേറി വീഴും വിധൗ ജനനിവഹ ഭയ ജനനനാദഭേദങ്ങളും ജംഗമാജാതികളായ പതത്രികൾ അഖിലദിശി ദിവി ഖലു പറന്നുടനാകാശമൊക്കെ പരന്നോരു ശബ്ദവും രജനിചരപുരി ജഡതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ ഭയമോടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്തനേരം കവിവീരനെ കാണായി ഇവൻ അമിതബലസഹീതനിടിനിതമൊച്ചയുമെന്തൊരു ജന്തുവിനെന്തിനോ വന്നതും സുമുഖിതവ നികടഭുവി നിന്നോ വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലിടോ അത് കേട്ട് ദേവി പറഞ്ഞു മനസ്സി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിനു കാരണമെന്തു നീയറിഞ്ഞില്ലയോ ചൊല്ലിവനാരിടോ അത് കേട്ട് ദേവി പറയണത് രജനിചരകുല രചിതമായകളൊക്കവേ രാത്രിഞ്ചരന്മാർ കൊഴിഞ്ഞറിയാവതോ ഭയം ഇവന് നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നതെന്താവതീശ്വര അവനി മകളവരുടിതു ചൊന്ന നേരത്തവരാശു ലങ്കേശ്വരനോട് ചൊല്ലിയിടിനാർ ഒരു വിപിനചരനമിതബലൻ അചലസന്നിഭനുദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു പുരുവതിനു കരുതിയവനപകത ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ മുസലധരൻ അൻശമതു കാക്കുന്നവരെയും ഉൾപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയിലവന വീടുന്നിനിയും പ്രഭോ ദശവദനനിധി രജനിചരികൾ വചനം കേട്ടു ദന്തശൂകോപമക്രോധ വിവശനായി ഇവനിവിടെ നിശിതമസി ഭയമൊഴിയ വന്നവനേതുമിളിയവനല്ലെന്നു നിർണയം നിശിതശര കുലിശമുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ നിശിചരകുലാധിപാനാഗരന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി ശിഖരികുലമൊടോ അവനി മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ സഭയതര ഹൃദയമതമോഹിച്ചു വീണിതോ സംഭ്രമത്തോടടുത്തിടിനാർ പിന്നെയും ശിതവിശിഖമുഖ നിഖേല ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപരി വിരവിനോടുയർന്നോജിതശ്രമം മുൻകരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ നിയുത നിശിചര നിധന നിശമനദശാന്തരെ നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും അഖിലബലപതി വരരയിൽ ഐവരെ ചെല്ലുകെന്നത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനോട് തീർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു തദനു ദശവദനുദിതകൃതാ ചൊല്ലിനാൻ ത്വൽബലമത്ഭുതം വത്ഭയോത്ഭൂതിതം പരിഭവമോടമിതബലസഹിതമപി ചെന്നോരു പഞ്ചസേനാധിപന്മാർ മരിച്ചേടിനാർ ഇവനെ മമ നികടഭുവി ജഡതി സഹജീവനോടിന്നു ബന്ധിച്ചുകൊണ്ടെന്നു വെച്ചിടുവാൻ മഹിതമതിബലസഹിതം എഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ പൃഷം ദശവദന വചന നിശമനബല സമന്വിതം ദണ്ഡമുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതര മലറി നിജകരമതിലെടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരടുത്താർ കവീന്ദ്രനും ഭുവനതലമുലയ മുഹുരലറിമരുവും വിധോ ഭൂരി ശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം അനിലജനും അവരെ വിരവോട് കൊന്നിടിനാനാശു ലോഹസ്തംഭതാടനത്താലഹോ നിജസജീവതനയരെഴുവരും അമിത സൈന്യവും നിർജ്ജരലോകം നം ഗമിച്ചതു കേൾക്കയാൽ മനസ്സി ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ ഇനിയൊരുവനിവനോട് ജയിപ്പതീനില്ല മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാനാരെയും ഇവരൊരുവരെതിരിടുകിൽ അസുരസുരജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചിതെന്നയ്യോ സുഹൃതം നശിച്ചിതു മാമകം പലവും ഇതേ കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നോരു ദാതനോടാദരാൽ വിനയമൊടുതൊടുതിളയ മകനുമുര ചെയ്തിതു വീരവും സാമിതം യോഗ്യമല്ലേതുമേ അലമതമിതറികിലനുചിതമഖില ഭൂഭൃതാമാത്മഖേദം ധൈര്യശൗര്യതേജോഹരം ഹരിവരന് നിമിഷമിഹ കൊണ്ടുവരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ
കപിവരനും അത് പൊഴുതു തോരണമേറിനാൻ കാണായി ദക്ഷകുമാരനെ സന്നിധോ ശരനികര ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനോ മധു നേരം മുനിവിനടുകനഭുവി നിന്നുതാണാശുതൻ മൂർധനെ മുൽക്കരം കൊണ്ടെറിഞ്ഞേടിനാൻ ശമനപുരിവിരിവിനോട് ചെന്നു പൊക്കിയിടിനാൻ ശക്തനാമക്ഷകുമാരൻ മനോഹരൻ വിഭുതകുലരിഭൂതിശിജരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്ഥനായി അമരപതിജിതമമിതബലസഹിതമാത്മജം ആത്മഖേദത്തോടണച്ചു ചൊല്ലിയിടിനാൻ പ്രിയതനയ ശൃണു വചനമിഹ തവ സഹോദരൻ പ്രേതാധിപാലയം പൂക്കതു കേട്ടിലേ മമസുതനെ രണശിരസി കൊന്ന കപീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിനയച്ചിടുവാൻ ത്വരിതമഹമതുലബലമോടു പോയിടുവൻ തൊൽക്കനിഷ്ടോദകം പിന്നെ നൽകിയിടുവൻ. ആ ഇന്ദ്രജിത്തിനെ വിളിച്ച് പറയാണ്, നിന്റെ അനിയൻ മരിച്ചതറിഞ്ഞില്ലേ? ഞാൻ വേഗം യുദ്ധം ചെയ്തവരെല്ലാം കൊന്നതിന് ശേഷം വേണം നിന്റെ അനുജനെ ഉദകക്രിയ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാവണൻ യുദ്ധത്തിന് പുറപ്പെടാണ്. ഇത് ജനകവചനമലിവോട് കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞേടിനാൻ തൽക്ഷണേ. അത് കേട്ടപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു, ത്യജമനസി ജനകതവ ശോകം മഹാമതേ, തീർത്തുകൊള്ളുവൻ ഞാൻ പരീഭവമൊക്കവേ. മരണവിരഹിതനവനതിനില്ല സംശയം, മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ? ഭയമിവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതലമഖിലമരവിന്ദോത്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ വലമഥനമഭിയുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം. അതു കരുതും അളവിലിഹ നാണമാമെത്രയും ഹന്തോമശക്യോഭിജ്ഞാന വിലംബിതം. കൃതിഭിരവേ നികൃതിഭിരഭിരേ ഛത്മനാഭിമാ കൃച്ഛ്രേണ ഞാൻ ത്വൽസമീപേ വരുത്തുവൻ. സപതി വിപദുപഗതമിഹ പ്രമദാകൃതം സമ്പത്നിദാശകരം പരം നിർണയം. സസുഖമിഹ ദിവസമയ ജീവതിത്വം വൃഥാ സന്താപമുണ്ടാകരുതുമാം. ഇതി ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തം പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവചവിശിഖ ധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ചെയ്തുമാശു ചെന്നേരിനാൻ. ഇന്ദ്രജിത്ത് ഹനുമാനെ നേരിടാൻ പോണു. ഗരുഡനിഭ ഗഗനമുൽപ്പതിച്ചിടൻ ഗർജന പൂർവകം മാരുതി വീര്യവാൻ. ബഹുമതിയുമകതളിരിൽ വന്നു പരസ്പരം ബാഹുബല വീര്യവേഗങ്ങൾ കാണുകയാൽ. പവനസുത ശിരസി ശരമഞ്ചു കൊണ്ടെയ്തിതൂപാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. അധസപതി ഹൃദി വിശിഖ വിട്ടുകൊണ്ടേതു മറ്റാറാറു ബാണം പാദങ്ങളിലും തഥാ. ശിതവിശിഖമധികതരമൊന്നു വാൽമേലേതു സിംഹനാഥേന പ്രപഞ്ചം കുലുക്കിനാൻ. തദനു കപികുലതിലകനമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. തുരകയുധരഥമുമത ചെടുതി പൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘനിനാദനം. അപരമൊരു രഥമധിക വിധതമുടനേറി വന്നസ്ത്രശസ്ത്രൗഘാവരീഷം തുടങ്ങിനാൻ. രുഷിതമതി ദശവദന തനയ ശരപാദേന രോമങ്ങൾ നന്നാലു കീറി കപീന്ദ്രനും. അതിനുമൊരു കെടുതിയവനില്ലെന്നു കാണുകയാൽ അംഭോജ സംഭവ ബാണമേലിയിടിനാൻ. അനിലജനും അതിനെ ബഹുമതിയുടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. എത്ര അസ്ത്രങ്ങൾ എഴുതിയിട്ടും ഹനുമാൻ യാതൊരു കൂട്ടവും തെറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു ക്ഷീണമില്ല എന്ന് കണ്ടപ്പോൾ ആ ബ്രഹ്മാസ്ത്രം അയച്ചു. ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു ആ ഇന്ദ്രജിത്ത് ഹനുമാനെ. അനിലജനും അതിനെ ബഹുമതിയോടുടൻ ആദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലെ. ബ്രഹ്മാസ്ത്രത്തെ മാനിച്ചുകൊണ്ട് ഭൂമിയിൽ മോഹിച്ചു വീണു. ദശവദനസുതൻ അതിനെ എതിർക്കാൻ പോയില്ല. ദശവദനസുതൻ അനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല, പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. മനസ്സിലൊരു ഭയവും തോന്നിയില്ല ഹനുമാന്. കാരണം ദേവന്മാർ വരം കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും മരണമില്ല എന്നുള്ളൊരു വരം കിട്ടിയതുകൊണ്ട് ഭയമില്ല. നളിനദളനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃദേ മധുമഥന ഭക്തി വിശുദ്ധരായ ജ്ഞാനകർമ്മ കൃതബന്ധനം ക്ഷണാൾ. സുചിത വിരചിതമപി വിമുച്ഛ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലകചരണയുഗ മകതളിരിൽ വെച്ചോരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ? ആ ബന്ധം ഉണ്ടാവില്ല. ശ്രീരാമൻ്റെ നാമം ജപിക്കുന്നവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവരുടെ എല്ലാ ബന്ധങ്ങളും അകന്ന്
അവർ ഹരിപദത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള ശ്രീരാമനെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഹനുമാൻ എന്തെങ്കിലും ബന്ധം സംഭവിക്കുമോ? ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാന് യാതൊരു ബന്ധനമൊന്നും തോന്നിയില്ല. അപ്പം തന്നെ ആ ബ്രഹ്മാസ്ത്രം അഴിഞ്ഞു. എന്നാലും ബദ്ധനാണെന്നുള്ള ഭാവം നടിച്ചുകൊണ്ട് തന്നെ ഹനുമാൻ അങ്ങനെ കിടന്നു. കാരണം രാവണനെ ഒന്ന് കണ്ടു പറയണം, അല്ലെങ്കിൽ അവിടെ എത്താൻ കഴിയില്ലല്ലോ. ബദ്ധൻ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ കിടന്നുകൊണ്ടിരുന്നു. ബ്രഹ്മാസ്ത്രം ബന്ധനം എപ്പോഴേ വേർപെട്ടു. രഘുതിലകചരണയുഗമകതളിൽ വെച്ചോരു രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ? മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. ജനന മരണം എന്നുള്ളതിൽ തന്നെ ഒരു ബന്ധമില്ലാത്തവർക്ക് മറ്റുള്ള ബന്ധം കൊണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ? ഇല്ല. കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരുമതിയെ കുതുകമൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം. ബലവിയലോ അമരരിവ് കെട്ടിക്കിടന്നിടും ബ്രഹ്മാസ്ത്രബന്ധനം വേർപ്പെട്ടതപ്പുഴേ. വൃഥയും അവനകതളിരില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞിലവൻ. നിശ്ചലരെടുത്തുകൊണ്ടാർത്തു പോകും വിധു നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ. ഹനുമാൻ രാവണസഭയിൽ ചെന്ന് രാവണനോട് സംസാരിക്കുകയാണ്. രാവണനോട് പറയുന്നത് കേൾക്കാം. അനിലജന നിശിചരകുലാധിപൻ മുമ്പിൽ വെച്ചാതിഥേയാദിവാരാതി ചൊല്ലിയിടിനാൻ. അമിത നിശിചരവരരെ രണശിരസി കൊന്നവനാശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ. ജനക തവ മനസേ സജീവന്മാരുമായി നിച്ചമ്മേ വിചാര്യകാര്യം നീ വിധീയതാം. പ്ലവകകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാം ഒരന്തകൻ. നിജതനയവചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിയിടിനാൻ. ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും. ഉപവനവും മനുഷ്യമതു കാക്കുന്നവരെയും മൂക്കോടു മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും. ഇവനൊടിനി വിരവിനോട് ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനം. പവനസുതനൊടു വിനയനയ സഹിതമാതരാൽ പപ്രച്ഛ നീ ആരയച്ചു വന്നു കവേം. ആ പ്രഹസ്തൻ ചോദിച്ചു, നീ ആരയച്ചു വന്നതാണ്? നൃപസദസി കഥയ മമ സത്യം മഹാമതേ, നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം. ഭയമഖിലമകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമിസഭാപാർക്കനേ. അനൃതവചനവും അലമധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശരാജത്തിങ്കലെല്ലടോ. നിഖില നിശിചരകുലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടുവായുധനയനം. മനസ്സി രഘുകുലവരനെ മുഹുരവി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. സ്ഫുടവചനമതി വിശദമിതി ശൃണുജളപ്രഭോ. സ്ഫുടവചനത്തിൽ പറയാണ് ശൃണു ജളപ്രഭോ എന്ന് വിളിച്ചിട്ട് രാവണനെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പൂജ്യനാം രാമദൂതൻ ഞാനറിയുകനേ. ഭുവനപതി മമപദേ പുരന്ദര പൂജിതൻ. പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ. ഭുജകുലപതി ശയനമലനഖിലേശ്വരൻ. പൂർവദേവാരാദിഭുക്തിമുക്തിപ്രദൻ. പുരമദന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശസേവിതൻ ഭൂതപഞ്ചാത്മകൻ. ഭുജകുലരിപുമണിരഥധ്വജൻ മാധവൻ. ഭൂപതി ഭൂതി വിഭൂഷണ സംവിധൻ. നിജ ജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ. കാനനത്തിനോ പുറപ്പെട്ടു ജനകജിയുമാ അവരജനുമായി മരുവുന്ന നാൾ. ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടിലേ. തവ മരണമിക വരുവതിനൊരു കാരണം. താമര സോത്ഭവ കൽപ്പിതം കേവലം. തദനു ദശരഥതനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി രമിച്ചേടിനാൻ. തവന തനയോട് അനലസാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം. അമരപതി സുതനെയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജന്റെ കിഷ്കിന്ധയും നൽകിനാൻ. അടിമലരേലവനമന മഴകിനോട് ചെയ്തവൻ ആധിപത്യം കൊടുത്താതിരീത്തിയിടിനാൻ. അതിനവനും അവനിതനയാന്വേഷണത്തിനായ ആശകൾ തോറുമൈകൈക 100,000 പ്ലവകകുലപരിവൃഢരെ ലഘുതരമയച്ചതിലേഖനഹവിഹ വന്നു കണ്ടിടിനേൻ. വനജവിടവികളെയുടരുടനിഹതകർത്തതും വാനര വംശപ്രകൃതിശീലം വിഭോ. ഇകലിൽ നിശിചരവരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം. മരണഭയമകതളിരില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളിൽ എന്നു നിർണയം. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം.
ദശനിയുത ശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമൂർഖനേ. തവതനയ കരകളിത വിധിവിശിക പാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാക്ഷണം. കമലഭവമുഖ സുരവരപ്രഭാവേന മേ കായത്തിനേതുമേ പീഠയുണ്ടായി വരാ. പരിഭവവും ഒരു പൊഴുതു മരണവുമകപ്പെടാ ബദ്ധഭാവേന വന്നിടിനേനത്ര ഞാൻ. അതിനും ഇതു പൊഴുതിലൊരു കാരണമുണ്ടു കേളത്യാഹിതം തവാ വക്തുമുദ്യുക്തനായേ. അകതളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. അതു ജഗതി കരുതു കരുണാത്മനം ധർമ്മമെന്നാത്മോപദേശമജ്ഞാനിനാം മോക്ഷതം. മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായിടുലാ മോഹമഹാംബുധവും. ത്യജമനസി ദശവദനാ രാക്ഷസിം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടു നീ. അതു ജനന മരണ ഭയനാശിനി നിർണയം അന്യയായുള്ളതു സംസാരകാരിണി. അമൃതഘന വിമല പരമാത്മബോധോചിതമത്യുത്തമാന്വയോത്ഭൂതനല്ലോ ഭവാൻ. കളകതവ ഹൃദി സപതി തത്വബോധേന നീ കാമകോപദ്വേഷ ലോഭമോഹാദികൾ. കമലഭവ സുതനയനന്ദനാകയാൽ കർപ്പുരഭാവം പരിഗ്രഹീയായി ഗണേ. ധനുജസുര മനോജഖ മൃഗ ഭുജഗഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടു നീ. പ്രകൃതി ഗുണപരവശതയാബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറിയിടൂ. അമൃതമയന ജനമലനദ്വയനവ്യയനാനന്ദപൂർണനേകൻ പരൻ കേവലൻ. നിരുപമാനമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ. നിയമപരനിലയനനന്ദനാദ്യൻ വിഭോ നിത്യം നിരാകാരനാത്മാപരബ്രഹ്മം. വിധിഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേദ്യേന വേദ്യനജ്ഞാനിനാം. സകല ജഗതിതമറികമായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം. ജഡമഖില ജഗതിതമനിത്യമരീകനേ ജന്മജരാമരണാദി ദുഃഖാന്വിതം. അറിവതിനോ പണി പരമപുരുഷമറിമായങ്ങളാത്മാനമാത്മനാ കണ്ടു തെളീകനേ. പരമഗതി വരുവതിനു പരമരുപദേശവും പാർത്തു കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരതം. അകതളിരിൽ അമിതഹരിഭക്തി കൊണ്ടാത്മാവിശുദ്ധി വരുമെന്നു നിർണയം. അകമലരും അകമകലുവളവതിവിശുദ്ധമായ ആത്മതത്വജ്ഞാനവും ഉദിക്കും ദൃഢം. വിമലതര മനസി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ. രജനിചര വനദഹന മന്ത്രാക്ഷരദ്വയം രാമരാമേതി സദൈവാജപിക്കയും. രതിസപതി നിജഹൃതി വിഹായ നിത്യം മുതാ രാമപദധ്യാനമുള്ളിലുറയ്ക്കയും. അറിവു ചെറുതകതളിരിലൊരു പുരുഷനുണ്ടെങ്കിലാഹന്ത വേണ്ടുന്നതാകയാലാശുനേ. ഭജ ഭവ ഭയാപഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം. മധുമഥനചരണ സരസിജയുഗളമാശുനേ. മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടോ. കുസൃതികളുമിനി മനസ്സി കനിവിനോട് കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കുന്നേ. പരധനകളത്ര മോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടല. നളിനദള നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം. പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം. ശരണമിക ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായേ. കലുഷമനവധി ജഡിതി ചെയ്തിരെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ. രഘുപതിയെ മനസ്സി കരുതുകിൽ അവന് ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. സനകമുഖ മുനികൾ വചനങ്ങളേതോർക്കിടൂ സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം. അമൃത സമവചനമിതി പവനതനയോദിതമത്യന്തരോഷേണ കേട്ടു ദശാനനൻ. നയനമിരുപതിലുമധകനൽ ചിതറുമാരുടൻ നന്നായുരുട്ടി പിടിച്ചു ചൊല്ലിയിടിനാൻ. തില സദൃശമിവനെ വിട്ടി നുറുക്കുവിന്ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ. മമ നികടഭുവി വടിവടൊപ്പാമിരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ. ഭയവും ഒരു വിനയവും ഇവന്നു കാൺമാനില്ല പാപിയായ ഒരു ദുഷ്ടാത്മാഷഠാനിവൻ. കഥേ മമ രാമൻ എന്നാരു ചൊൽ കാനനവാസി സുഗ്രീവൻ എന്നാരിടോ. അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ. ദശവദന വചനമിതി കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ.
നിനവുതവ മനസ്സി ചെറുതെത്രയും നന്നു നീ നിന്നോടെരി എതിരൊരു 100,000 രജനിചര കുലപതികളായി ഞെളിഞ്ഞുള്ളോരു രാവണന്മാരൊരുമിച്ചെതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽക്കുപോരാ പിന്നെ നീയെന്തു ചെയ്യുന്നിതെന്നോടു കശ്മല. പവനസുതവചനമിതി കേട്ടു ദശാസ്യനും പാർശ്വസ്ഥിതന്മാരുടെ ആശുചൊല്ലിയിടിനാൻ. ഇവിടെ നിശിചരൊരുവരായുധപ്പാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. അതുപൊഴുതിലൊരുവൻ അവനോടടുത്തിയിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ, അരുതരുത് ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ. ഹനുമാന്റെ ഉപദേശം കേട്ടിട്ട് രാവണന് കോപം വന്നു. എത്ര നല്ല ഉപദേശങ്ങൾ കൊടുത്തതാ, അതൊന്നും കോപത്തോടു കൂടെ ഇക്കര ധിക്കാരമാണോ? എൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കേ, ഇവനെ വെട്ടി നുറുക്കാൻ ആരുമില്ല ഇവിടെ ചോദിച്ചപ്പോൾ ഒരാൾ അതിന് തയ്യാറായി വന്നപ്പോൾ വിഭീഷണൻ തടുത്തു. അരുതരുത് ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കരുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ. ഇവനെ വയമിവിടെ വിരവോട് കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയുന്നതു രാവണൻ. അതിന് പുനരിവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണമതല്ലോ നൃപോചിതം. ദൂതന്മാരെ വധിക്കാൻ പാടില്ല, അത് രാജാക്കളുടെ ധർമ്മമല്ല. അതുകൊണ്ട് ഒരു അടയാളം ഉണ്ടാക്കി അയക്കുക, അങ്ങോട്ട് വിടണം, അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ സഹോദരൻ്റെ വാക്ക് അനുസരിച്ച് രാവണൻ അതിനെ സമ്മതിച്ചു. ഇതി സദസി ദശവദന സഹജവചനേന താനെങ്കിലതങ്ങനെ ചെയ്യുന്നു ചൊല്ലിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ അടുത്ത ലങ്കാദഹനമാണ്. അതിന് അടുത്ത സർഗത്തിൽ പറയും, അടുത്ത അധ്യായത്തിൽ അതിനെ പറയും.